ഹായ് നമസ്കാരം, എല്ലാവർക്കും ബിഗ് സ്ക്രീൻ മീഡിയയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ആഴ്ച ഒരുപാട് ചിത്രങ്ങളാണ് തിയേറ്ററുകളിലേക്ക് എത്തിയിരുന്നത്. ദുരന്തർ 2, ആട് 3, യൂത്ത്, ഉസ്താദ് ഭഗത് സിംഗ് തുടങ്ങി ഒരുപാട് ചിത്രങ്ങൾ തിയേറ്ററുകളിലേക്ക് എത്തിയിരുന്നു. അപ്പോൾ ഈ ചിത്രങ്ങളുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ ആണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ഭാഗത്ത് നോക്കാനായിട്ട് പോകുന്നത്. അതിൽ ആദ്യത്തേതാണ് കെൻ കരുണാസ് ആദ്യമായി സംവിധാനം ചെയ്ത കെൻ തന്നെ നായകനായി എത്തിയ തമിഴ് ചിത്രമായ യൂത്ത്. റിലീസിന് മുൻപ് തന്നെ ഇതിലെ പാട്ടുകളെല്ലാം തന്നെ വൈറലായിരുന്നു. GV പ്രകാശാണ് ചിത്രത്തിനായി മ്യൂസിക് എല്ലാം ഒരുക്കിയിരുന്നത്. യൂത്തിൽ സുരാജ് വെഞ്ഞാറമൂട്, അനിഷ്മ, മീനാക്ഷി, പ്രിയദർശിനി യാദവ്, ദേവദർശിനി തുടങ്ങിയവരും പ്രധാന കഥാപാത്രങ്ങളായി എത്തിയിരുന്നു. മാർച്ച് 19-നാണ് ചിത്രം തിയേറ്ററുകളിൽ എത്തിയിരുന്നത്. ഈ സിനിമയ്ക്ക് പോസിറ്റീവ് റെസ്പോൺസ് ആണ് ലഭിച്ചിരുന്നത്. ഏകദേശം 6 കോടി മുതൽ മുടക്കിലെത്തിയ ഈ ഒരു ചിത്രം ഇതിനോടകം തന്നെ 25 കോടിയോളം പിന്നിട്ട് കഴിഞ്ഞു. ഇപ്പോഴും ചിത്രത്തിന് നല്ല ബുക്കിംഗ് ഉണ്ടായ സിനിമ സൂപ്പർ ഹിറ്റിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ അടുത്തതായി നോക്കാൻ പോകുന്നത് തെലുങ്കിലെ സൂപ്പർ താരമായ പവൻ കല്യാൺ നായകനായി എത്തിയ ഉസ്താദ് ഭഗത് സിംഗ് എന്ന ചിത്രമാണ്. റിലീസിന് മുമ്പ് വലിയൊരു ഹൈപ്പ് ഈ ഒരു ചിത്രത്തിന് ഉണ്ടായിരുന്നു. പ്രീസെയിൽ ബുക്കിംഗ് എല്ലാം മികച്ചതുമായിരുന്നു. എങ്കിലും ഈ ഒരു സിനിമ റിലീസായി ആവറേജ് ടു നെഗറ്റീവ് റെസ്പോൺസ് ആണ് ലഭിച്ചത്. ഇതോടുകൂടി ചിത്രത്തിന്റെ കളക്ഷൻ കൂപ്പുകുത്തി. ആദ്യ ദിനം 35 കോടിയോളം രൂപ ഈ ഒരു ചിത്രത്തിന് നേടാനായിട്ട് സാധിച്ചിരുന്നുവെങ്കിൽ പിന്നീടുള്ള ദിവസങ്ങളെല്ലാം ചേർത്ത് 30 കോടിക്ക് താഴെ മാത്രമേ ചിത്രത്തിന് നേടാനായുള്ളൂ. ദുരന്തർ 2 റിലീസായി പോസിറ്റീവ് റെസ്പോൺസ് ലഭിച്ചതോടെ ഈ ഒരു ക്ലാഷ് ഉസ്താദ് ഭഗത് സിംഗിനെ നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. ഇതുവരെയായി 80 കോടിക്ക് അടുത്ത് മാത്രമാണ് ചിത്രം വേൾഡ് വൈഡ് ആയിട്ട് നേടിയിരിക്കുന്നത്. 150 കോടി ബഡ്ജറ്റിലെത്തിയ ഈ ഒരു ചിത്രം ഒരു ഡിസാസ്റ്ററിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. പവൻ കല്യാണിനെ കൂടാതെ ശ്രീലീല, രാക്ഷി ഖന്ന, പാർത്ഥിവൻ എന്നിവരും ഈ ഒരു സിനിമയിൽ പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്നുണ്ട്. ഇനി അടുത്ത ചിത്രമാണ് ആട് 3. 4 വർഷമായി ഒരു സിനിമ ജയസൂര്യയുടേതായി റിലീസായിട്ട്, അതിൽ തന്നെ ഒരു ബ്ലോക്ക് ബസ്റ്റർ ചിത്രം അദ്ദേഹത്തിന് ലഭിച്ചിട്ട് ഏകദേശം 9 വർഷമായി, അതും ആടിന്റെ 2ാം ഭാഗത്തിന്. അപ്പോൾ ഒരു ജയസൂര്യ കംബാക്ക് തന്നെയാണ് ആട് 3. മിഥുൻ മാനുവൽ തോമസിന്റെ സംവിധാനത്തിൽ ആടിന്റെ 3ാം ഭാഗമായിട്ട് എത്തിയ ഈ ഒരു ചിത്രം ബ്ലോക്ക് ബസ്റ്റർ വിജയത്തിലേക്ക് തന്നെയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. പല റെക്കോർഡുകളും തകർത്ത് മുന്നേറുകയാണ് ഈ ഒരു ചിത്രം. ആദ്യ 2 ഭാഗങ്ങളെ പോലെ അല്ലാതെ ടൈം ട്രാവൽ എന്നൊരു വെറൈറ്റി കൺസെപ്റ്റിൽ ബിഗ് ബഡ്ജറ്റിലാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത്. 30 മുതൽ 40 കോടി വരെയാണ് ചിത്രത്തിന്റെ ബഡ്ജറ്റ്. ഫിലിം ഹൗസും കാവ്യ ഫിലിംസും ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. സണ്ണി വെയിൻ, വിനായകൻ, സൈജു കുറുപ്പ്, വിജയ് ബാബു, ഇന്ദ്രൻസ്, ധർമ്മജൻ തുടങ്ങി ആട് ഫ്രാഞ്ചൈസിയിലെ എല്ലാ താരങ്ങളും ഇതിലും തകർപ്പൻ പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. മാർച്ച് 19-ന് തിയേറ്ററുകളിലെത്തിയ ആട് 3 ഇതുവരെയായി വേൾഡ് വൈഡായി 80 കോടിക്ക് മുകളിൽ നേടിക്കഴിഞ്ഞു. 50 കോടി ക്ലബിൽ ഇതിനു മുൻപ് ജയസൂര്യ ഇടം പിടിച്ചിട്ടില്ല. ഇപ്പോഴിതാ 100 കോടിയിലേക്ക് കുതിക്കുകയാണ് ആട് 3. ചിത്രം റിലീസായ സമയത്ത് എബോ ആവറേജ് റെസ്പോൺസ് ആണ് സിനിമയ്ക്ക് ലഭിച്ചത്. എങ്കിലും ഇത് കളക്ഷനെ വലിയ രീതിയിൽ ബാധിച്ചിട്ടില്ല. അതുപോലെ തന്നെ ദുരന്തർ 2 ക്ലാഷ് റിലീസ് ആയിട്ട് എത്തിയിട്ട് പോലും കേരളത്തിൽ ഹൗസ്ഫുൾ ഷോകളുമായി മുന്നേറുകയാണ് ആട് 3. ഇനി നമ്മൾ അടുത്തതായി നോക്കാൻ പോകുന്നത് ദുരന്തർ 2 ആണ്. ആദിത്യദാറിന്റെ സംവിധാനത്തിൽ രൺവീർ സിംഗ് നായകനായിട്ട് എത്തിയ ദുരന്തറിന്റെ 2ാം ഭാഗം മാർച്ച് 19-നാണ് തിയേറ്ററുകളിൽ എത്തിയത്. ആദ്യ ഭാഗം 1500 കോടിക്ക് മുകളിലാണ് വേൾഡ് വൈഡ് ആയിട്ട് നേടിയത്. അതും GCC റിലീസ് ഇല്ലാഞ്ഞിട്ടും. അപ്പോൾ സ്പൈ ആക്ഷൻ ത്രില്ലറായ ദുരന്തറിന്റെ 2ാം ഭാഗത്തിനും പോസിറ്റീവ് റെസ്പോൺസ് ആണ് ലഭിച്ചിരുന്നത്. ഇതോടെ ബോക്സ് ഓഫീസിൽ വമ്പൻ കുതിപ്പാണ് ചിത്രം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ദുരന്തറിന്റെ 2ാം ഭാഗവും GCC റിലീസ് ഇല്ല. തമിഴ്, തെലുങ്ക്, കന്നഡ, മലയാളം തുടങ്ങിയ വേർഷനുകൾ ഉണ്ടായിരുന്നുവെങ്കിലും റിലീസ് സമയത്തും അതുപോലെ തന്നെ പ്രീമിയർ ഷോകളിലും ഡബ് വേർഷൻ ഇഷ്യൂ നേരിട്ടിരുന്നു. ഒരു പ്രോപ്പർ റിലീസായി എത്തിയിരുന്നുവെങ്കിൽ ആദ്യ ദിനം തന്നെ 300 കോടിക്കും മുകളിൽ നേടാൻ ഈ ഒരു ചിത്രത്തിന് സാധിക്കുമായിരുന്നു. എന്നിട്ടും ആദ്യ ദിനം 240 കോടിയോളം രൂപ വേൾഡ് വൈഡ് ആയിട്ട് നേടി. ഇതുവരെയായി വേൾഡ് വൈഡ് ആയി 700 കോടിയോളം രൂപയാണ് ചിത്രം കളക്ട് ചെയ്തിരിക്കുന്നത്. ഉടൻ തന്നെ ഈ ഒരു സിനിമ 1000 കോടി പിന്നീട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രം ദംഗലാണ്. ചിത്രം വേൾഡ് വൈഡ് ആയിട്ട് 2000 കോടി രൂപയാണ് നേടിയിരുന്നത്. അപ്പോൾ ആ ഒരു റെക്കോർഡ് മറികടക്കാൻ ദുരന്തർ 2-ന് സാധിക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഞാൻ ഈ പറഞ്ഞ ചിത്രങ്ങളിൽ ഏത് സിനിമയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ ഇതുപോലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു വീഡിയോയുമായി കാണാം ഫ്രണ്ട്സ്. Bye.